പ്രേം നസീർ സുഹൃത്ത് സമിതിയുടെ ആഭിമുഖ്യത്തിൽ പ്രിയ നടൻ സലിംകുമാറിന് തലസ്ഥാനത്തിന്റെ അനുസ്മരണം തിരുവനന്തപുരം സ്റ്റാച്യു തായനാട് ഹാളിൽ വച്ച് സംഘടിപ്പിക്കുകയുണ്ടായി. പ്രശസ്ത സിനിമ സംവിധായകൻ ടി.എസ്. സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തുകയും ചലച്ചിത്രതാരം അജിത്ത് കൂത്താട്ടുകുളം അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. പ്രസ്തുത യോഗത്തിൽ നിരവധി കലാകാരന്മാർ പങ്കെടുക്കുകയും സലിംകുമാറുമായുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. മലയാളത്തിന്റെ ചിരിത്തമ്പുരാൻ. അദ്ദേഹം ചിരിത്തമ്പുരാൻ മാത്രമല്ല, ഒട്ടേറെ നല്ല സിനിമകളിൽ ആദാമിന്റെ മകൻ അബുവും, അതുപോലെ തന്നെ ഇഷ്ടമാണ് നൂറുവട്ടം, അച്ഛൻ ഉറങ്ങാത്ത വീട്, അതിൽ ഏറ്റവും നല്ല അഭിനയം എന്ന് പറയുന്നത് അച്ഛൻ ഉറങ്ങാത്ത വീട്. ആദാമിന്റെ അബുവിനേക്കാൾ നമ്മയൊക്കെ കരയിപ്പിച്ച ഒരു സിനിമയാണ് അച്ഛൻ ഉറങ്ങാത്ത വീട്. അതിനായിരുന്നു സംസ്ഥാന ഗവൺമെന്റിന്റെ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചത്, മികച്ച നടനുള്ള. സലീംകുമാർ എന്ന് പറഞ്ഞ ഒരു നടൻ സെറ്റുകളിൽ എത്തുമ്പോഴായാലും അതുപോലെ തന്നെ മറ്റ് തൻ്റെ സ്നേഹിതന്മാരായാലും സംവിധായകരായാലും നിർമ്മാതാക്കാരായാലും കൂടെ അഭിനയിക്കുന്ന താരങ്ങളായാലും ജാടകത്തും പ്രസംഗം. ഞാൻ കഴിഞ്ഞ 2 ദിവസത്തിന് മുമ്പ് തൊടുപുഴയിൽ നമ്മുടെ പ്രേം നസീർ സുഹൃത്തിലെ ചാപ്റ്ററിന്റെ പുതിയ ഭരണസമിതിയിലെ ഒരു പരിപാടിയുമായി നിൽക്കുമ്പോഴാണ് സലീംകുമാറിന്റെ മരണം അറിയുന്നത്. എന്തായാലും വലിയ കലാകാരൻ നമ്മൾ വിട്ടുപിരിഞ്ഞു. 56 വയസ്സായിട്ടുള്ളൂ. പക്ഷേ ഇനി എത്രയോ കാലം ജീവിച്ച് ധാരാളം കഥാപാത്രങ്ങളെ നമുക്ക് സമ്മാനിക്കേണ്ട ആളായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള ചലച്ചിത്ര വേദിക്ക് തീരാനഷ്ടമാണ് ഉണ്ടാക്കിയത്. വളരെ ഞങ്ങൾ നല്ല അടുപ്പമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. എൻ്റെ ഒരേ ഒരു ചിത്രത്തിൽ മാത്രമേ ഞാൻ അഭിനയിച്ചിട്ടുള്ളൂ. എന്നാലും ഞങ്ങളുടെ ഡിസ്കഷൻ കരിയുമ്പോൾ ഡൽഹിയിൽ ഞാനൊക്കെ ഇരിക്കുന്ന സമയത്ത് അവിടെ വരികയും അദ്ദേഹം ഒത്തിരി ബുക്കുകളെ പറ്റി ആ ബുക്ക് ആ കഥ നല്ലത്, ഈ കഥ നല്ലത് എന്ന് പറയും, പല ബുക്കുകളെ പറ്റി റെഫർ ചെയ്യുകയും ഇദ്ദേഹം പോയിട്ട് ഞാൻ ഡെന്നീസിനോട് ചോദിച്ചു, ഈ ഒത്തിരി കണ്ടമാനം ബുക്കുകളെ പറ്റി ഇദ്ദേഹം പറയുന്നുണ്ടല്ലോ, എന്നപ്പോൾ ഡെന്നീസ് നന്നായിട്ട് വായിക്കും. അത് മിനിമം ഒരു 2-3 ദിവസം കൊണ്ട് ഓരോ ബുക്കുകൾ തീർക്കുന്നതാണ്. ഭയങ്കരമായിട്ട് വായിക്കുന്ന ആളാണ്, നല്ല എഴുത്തുകാരനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതൊരു ഡിഗ്രി എടുത്ത ആളുമാണ്. ഇദ്ദേഹത്തിനെ കണ്ടാലൊന്നും അന്ന് അങ്ങനെ തോന്നുകയായിരുന്നു. ഏതാണ്ട് ഒരു കോമഡി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്ന് ചുമ്മാ തമാശ പറയുന്നൊന്നുമല്ല, വളരെ കാര്യമായിട്ടും എന്നാൽ ഇപ്പം അത് ഓർത്ത് ചിരിക്കാൻ പറ്റിയ തമാശകളാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നിരുന്നത്. ഇടയ്ക്കൊക്കെ കാണും, അല്ല സിനിമയിൽ ഞങ്ങൾ അങ്ങനെ ഒത്തിരി ബന്ധമൊന്നുമില്ല. ഞാൻ ഇടയ്ക്ക് കാണുമ്പോൾ സംസാരിക്കും, അങ്ങനെയൊക്കെയായിരുന്നു. എന്തായാലും മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ജഗതി ശ്രീകുമാർ സാറിന് ഇതിനെ ചിരിപ്പിച്ചിട്ടുള്ളത് സജീവമായിട്ടുള്ള ഓരോ കോമഡിയാണ്. കാരണം കോമഡി മാത്രമല്ല പുള്ളിക്ക് വശങ്ങളാകുന്നത്, ക്യാരക്ടറും സീരീസ് റോളുകളും ചെയ്ത് അവാർഡുകൾ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെയൊരു വേദിയിൽ വന്ന് അദ്ദേഹത്തിനോട് അതിൻ്റെ കാര്യം സംസാരിക്കുവാൻ ഈ അവസരം കിട്ടുന്നത് ബാദുഷാ സാറിനും സുഹൃത്ത് ആദാമിന്റെ മകൻ ബാബു അഭിനയിക്കാനായിട്ട് ഷൊർണൂർ ഒരു നടൻ എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടു വരുന്നത് എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ആ അബു നടക്കുന്ന ഒരു രീതിയുണ്ട്. ആ കാലില് ആണി രോഗമുള്ള ആൾക്കാർ നടക്കുമ്പോൾ ഉള്ള ഒരു ഏന്തലൊക്കെ ആയിട്ട് ആ നടത്തത്തിൽ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജിൽ മൊത്തം കൈയെടുക്കുന്നതിലും കാലെടുക്കുന്നതിലും ആ തിരിയുന്നതിലും ഒക്കെ ഒരു ആവശ്യതയൊക്കെ അതൊരു ഒരു നടൻ കാൽക്കുലേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു കഴിവാണ്. വേണമെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ ഈ 10 വർഷത്തിനിടയ്ക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ ചൂട് മാറ്റാമായിരുന്നു, ഞാൻ ഇടതുപക്ഷക്കാരനാണെന്ന് പറയാമായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇടതുപക്ഷത്തിന് എവിടെയൊക്കെ സ്ഥലം കിട്ടും അവിടെയൊക്കെ റോൾ ചെയ്തിട്ടുള്ള അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട്. അതിനൊന്നും അദ്ദേഹത്തിന് യാതൊരു കുഴപ്പവുമില്ലായിരുന്നു. അപ്പോൾ നിലപാടുകൾ മാറ്റാത്ത ഒരു മനുഷ്യനായിരുന്നു സെൽവകുമാർ. അപ്പോൾ ഞാനും സെൽവകുമാറും തമ്മിൽ ഗാഢമായ ആത്മബന്ധമൊന്നുമില്ല. പരസ്പരം അറിയാം എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു വലിയ ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല. ഏതോ ഒരു സിനിമയിൽ അദ്ദേഹം ഇതിലുണ്ട്, ഞാനൊരു ചെറിയ വേഷം ചെയ്യാൻ പോയിട്ടുണ്ടെന്നുള്ളതല്ലാതെ അദ്ദേഹത്തെ നേരിൽ കാണുവാനോ ഞാനും അദ്ദേഹവുമായിട്ടുള്ള കോമ്പിനേഷൻ സീനോ ആ സിനിമയിൽ ഇല്ലായിരുന്നു. തീരെ അവശനായ സെൽവകുമാർ
നടക്കണമെങ്കിൽ ഒരാളിൻ്റെ സഹായത്തോടെ രീതിയിൽ പോലും കയറാം. ശ്വാസമുട്ടൽ, ചുമ തുടങ്ങിയ വളരെ ദുഷ്കരമായ അസുഖത്തിനിടയിലും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി അയാൾ കേരളത്തിൽ ഉടനീളം ഇലക്ഷൻ പ്രചരണത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധമാണ്. നമ്മളെല്ലാം ഈ സമൂഹ മാധ്യമത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഒരു എത്ര അടുത്ത ബന്ധമുണ്ടെങ്കിലും ഒരു പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ പലരും അതിൻ്റെ ഒരു സ്വഭാവം, തനി സ്വഭാവം കാണിക്കും. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം അതിൻ്റെ മരിച്ചു എന്നറിഞ്ഞ സമയത്ത് സംസ്കാരം നടത്തുന്നത് വരെ അവിടെ പൂർണ്ണ സമയവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് കാണേണ്ട കാര്യം. ഇതാണ് പഞ്ചഗവ്യ വിളക്ക്. പശുവിന്റെ ഗോമൂത്രം, ചാണകം, നെയ്യ്, പാല്, തൈര് എന്നിവ കൊണ്ട് ചേർത്ത് നിർമ്മിച്ച വിളക്കാണ് പഞ്ചഗവ്യ വിളക്ക്. ഒരു ഗണപതി ഹോമം ചെയ്യുന്നതിന് തുല്യമാണ് ഈ പഞ്ചഗവ്യ വിളക്ക് വീടുകളിൽ കത്തിച്ചു വെച്ചാലുള്ള ഗുണം. ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും വീടുകളിൽ വന്നു ചേരുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചഗവ്യ വിളക്കും പഞ്ചഗവ്യ ധൂപത്തിരിയും ഓർഡർ ചെയ്യാവുന്നതാണ്. യാതൊരുവിധ കെമിക്കലുകളും ചേരാത്ത കർപ്പൂരം വാഗമൺ സ്പേസിൽ ഇവിടെ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട നമ്പർ 7994007599 അല്ലെങ്കിൽ 9656417599.